കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന മറ്റു ചില സംസ്ഥാനങ്ങളുണ്ട്. അതിൽ ആസാം BJP ഭരിക്കുന്നു, അവർ തന്നെ തുടർ ഭരണം അവർക്ക് കിട്ടുന്നു. അതിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ആസാമിൽ CAA SIR പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. ബംഗാൾ തെരഞ്ഞെടുപ്പ് ഫലം അത്ര ഞെട്ടിക്കുന്നില്ല. കാരണം അത്രയധികം ഇടപെടലുകൾ ബംഗാളിൽ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ട്. ബംഗാൾ അവരുടെ ടാർഗറ്റായിരുന്നു. എന്താ കാരണം? ബംഗാൾ മോഡിയോട് നേരിട്ട് ചോദ്യം ചോദിക്കുന്ന മമതാ ബാനർജിയുടെ ബംഗാളായിരുന്നു. ആ ബംഗാളിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ കോൺഗ്രസിനോ CPM ഒന്നും കാര്യമായ പ്രസക്തിയില്ല. ആ ഒരു ഘട്ടത്തിൽ ബംഗാൾ പിടിച്ചടക്കുക എന്നത് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റായിരുന്നു. ആ ടാർഗറ്റിൽ അവർ വിജയിച്ചത് എല്ലാ കുതന്ത്രങ്ങളും ഉപയോഗിച്ചാണ്. 90 ലക്ഷം വോട്ടർമാരെയാണ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയത് SIR വഴി. 90 ലക്ഷം. അതിൽ കുറച്ച് പേരെ തിരിച്ചു കയറ്റി എന്ന് പറയുന്നു. പക്ഷേ 6 കോടി വോട്ടർമാരിൽ 90 ലക്ഷം പേരെ പുറത്താക്കിയാൽ ഏത് തെരഞ്ഞെടുപ്പും അട്ടിമറിക്കാൻ കഴിയുമെന്നറിയാൻ വലിയ ബുദ്ധിയൊന്നുമില്ല. മാത്രമല്ല, വലിയ തോതിലുള്ള വർഗീയ വികാരം, ബംഗ്ലാദേശികൾ, ബംഗ്ലാദേശി മുസ്ലിം തുടങ്ങിയ വികാരങ്ങൾ അവിടെ ഉയർത്തിവിടുകയും നെടുകെ വർഗീയതയുടെ പിളർപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മൂന്നാമത്, കേന്ദ്ര സർക്കാരിന്റെ മുഴുവൻ സന്നാഹങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതാണ്ട് BJP ഓഫീസ് പോലെ, BJPയുടെ ഒരു സംഘടന പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചു. എത്ര മോശമായിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇട്ടത്. മമതയ്ക്ക് വരെ സുപ്രീം കോടതിയിൽ നേരിട്ട് ചെല്ലേണ്ടി വന്ന അവസ്ഥയുണ്ടായി. ഇലക്ഷൻ കമ്മീഷൻ എന്തായാലും തൽക്കാലം അത് കഴിഞ്ഞു. അതും കഴിഞ്ഞ് സായുധ സേനയെ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഉണ്ട്. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ, പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയോഗിക്കുക, തെരഞ്ഞെടുപ്പ് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതിൽ തൽക്കാലം അമിത്ഷായും മോഡിയും വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്ന റിസൾട്ട് അനുസരിച്ച് BJPക്ക് നല്ല ഭൂരിപക്ഷത്തോടെ അവിടെ അധികാരത്തിൽ വരാൻ പറ്റിയിട്ടുണ്ട്. വരട്ടെ, നമുക്കത് കാണാം. അത് കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇത് ജനാധിപത്യത്തിന് ശോഭനമായ ഒന്നല്ല. സുതാര്യവും സത്യസന്ധവും അതുപോലെ ഫെയറുമായ ഒരു തെരഞ്ഞെടുപ്പല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജനാധിപത്യത്തിൽ. അവിടെ അങ്ങനെ ഉണ്ടായില്ല. എന്നാ വോട്ടേഴ്സ് ലിസ്റ്റ് അവസാനം തീർത്തത്? വോട്ട് ചെയ്യുന്നതിന് 2 ദിവസം മുമ്പാണ് വോട്ടേഴ്സ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ, അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടോ? ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ആ തെരഞ്ഞെടുപ്പ് ഒരു 6 മാസമോ അല്ലെങ്കിൽ 1 മാസമോ മാറ്റി വെച്ചാൽ പോലെ. എന്തേ? വോട്ടേഴ്സ് ലിസ്റ്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും വോട്ടേഴ്സ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യാത്ത ആദ്യത്തെ, ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരിക്കും അത്. മമതാ ബാനർജിയുടെ സർക്കാരിനെതിരായ ജനവികാരമുണ്ടോ എന്നുള്ളത് വേറെ വിഷയം, അതുണ്ടാവാം. പക്ഷെ അതിനേക്കാൾ പ്രധാനം തെരഞ്ഞെടുപ്പിൽ നടത്തിയ ജനാധിപത്യ വിരുദ്ധ നിയമവിരുദ്ധ അട്ടിമറികളാണ്. അതിന്റെ ഫലം ബംഗാൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. തമിഴ്നാട്ടിലേക്ക് വന്നാൽ അവിടെയും ഭരണകക്ഷിക്ക് അടിത്തറ ഇളകി, അവർ അടിതെറ്റി. DMKയുടെ നേതൃത്വത്തിലുള്ള മുന്നണി പരമാവധി അതിലെല്ലാ സന്നാഹങ്ങളോടും കൂടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവിടെ വലിയ തോതിൽ സഖ്യം കൊണ്ടുവരാൻ കഴിഞ്ഞു. ADMKയുടെ തന്നെ ഒരു ഭാഗം ഇപ്പുറത്ത് വന്നു. വിജയകാന്തിന്റെ പാർട്ടി കൂടെ ചേർത്തു. എല്ലാ BJP വിരുദ്ധ കക്ഷികളെയും ഒന്നിച്ചു കൊണ്ടുവന്നൊരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നു. പക്ഷേ അവിടെ അപ്രതീക്ഷിതമായ മറ്റൊരു ഘടകം വന്നു. അത് ഏത് തരത്തിൽ വന്നു എന്നൊക്കെയുള്ള നമുക്ക് ആലോചിക്കേണ്ടി വരും. TVK എന്ന് പറയുന്ന നടൻ വിജയുടെ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ വരവ് എന്തുണ്ടാക്കുമെന്ന് ആർക്കും അറിയില്ല. കാരണം അതൊരാൾക്കൂട്ടമാണ്, ഫാൻസ് അസോസിയേഷനാണ്. അത് ആരാണ്, ആരുടെ വോട്ടാണ് പിടിക്കുക, എങ്ങനെയാണ് ഇത് മാറുക, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. പക്ഷേ പൊതുവെ ഒരു നല്ല സംഘടനാ രൂപമില്ലാത്തത് കൊണ്ട് TVK അധികം വോട്ട് പിടിക്കില്ല എന്ന വിശ്വാസമായിരുന്നു മിക്കവാറും ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷേ TVK അതിൻ്റെ എല്ലാ കണക്കും തെറ്റിച്ചു. അവരിപ്പോൾ കേവല ഭൂരിപക്ഷത്തിന് തൊട്ട് താഴെ 100 സീറ്റ് അവർ പിടിച്ചിരിക്കുന്നു. 100, 105 സീറ്റ് പിടിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു അത്ഭുതമാണ്. ഇതിനു മുമ്പ് തമിഴ്നാട്ടിൽ ഒരിക്കലും കേവലമായൊരു എന്താ പറയുക, സിനിമ നടന്നു കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരേ ഒരു ഉദാഹരണം ആന്ധ്രയിൽ NT രാമറാവു മുമ്പ് വന്നതാണ്. അത് കഴിഞ്ഞാൽ യാതൊരു രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരാൾ സ്വതന്ത്രമായൊരു പാർട്ടി ഉണ്ടാക്കുക. MGRും ജയലളിതയൊക്കെ
അവിടെ ഉണ്ടായിരുന്ന പാർട്ടിയുടെ പിളർത്തിയൊക്കെയാണ് ചെയ്തത് എങ്കിൽ, ദ്രാവിഡ കക്ഷിയെ പിളർത്തിയാണ് ചെയ്തതെങ്കിൽ ഇദ്ദേഹം പുതിയതായൊരു പാർട്ടി ഉണ്ടാക്കുന്നു. വിവിധ ഘടകങ്ങളിൽ ജനങ്ങൾക്കുള്ള വെറുപ്പുകളെ ഇപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയൊക്കെ വന്ന പോലെയുള്ള ഒരു പാർട്ടിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു ജനക്കൂട്ടത്തെ കൊണ്ടുവന്നു, അവരോട് അദ്ദേഹം കുറെ വർത്തമാനം പറഞ്ഞു, മെർസൽ പോലെയുള്ള സിനിമകൾ എടുത്തു. അതിൻ്റെ ഒക്കെ ഫലമായി അന്തിമമായി ഇപ്പോൾ വലിയ നേട്ടമുണ്ടായി. ആക്സിസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാനൽ മാത്രമാണ് ടി വിക്ക് അവിടെ എത്ര മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞത്. ആനുഷംഗികമായി പറയട്ടെ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലവും ആക്സിസ് പറഞ്ഞതിന് അടുത്താണ് ഏതാണ്ട് വന്നത് എന്നതാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം. അവർ കുറെ കൂടി കറക്റ്റായിരുന്നു അവരുടെ നിരീക്ഷണം എന്ന് നമുക്ക് മനസ്സിലാവും. അർത്ഥത്തിൽ എന്തായിരിക്കും തമിഴകത്തിന്റെ വരുംകാല രാഷ്ട്രീയമെന്ന് വലിയൊരു ചോദ്യമുണ്ട്. അവിടുത്തെ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ വിള്ളലുണ്ടാക്കാൻ ടി വിക്ക് കഴിഞ്ഞിരിക്കുന്നു. ടി വിക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകും? എന്തായിരിക്കും അവരുടെ നയം? എന്തായിരിക്കും പരിപാടി? അവർക്ക് സംഘടനാ രൂപം ഉണ്ടാക്കാൻ കഴിയും? അവർക്ക് നന്നായി ഭരണം നടത്താൻ കഴിയും? ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടിയായിരിക്കും തമിഴക രാഷ്ട്രീയത്തിൻ്റെ ഭാവി.